ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ZX വേഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നത് നമുക്ക് തിരക്ക് പിടിച്ച ദിവസങ്ങളിലൊക്കെ രാവിലെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഒരു ടേസ്റ്റിയും ഹെൽത്തിയുമായ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഗോതമ്പ് പൊടിയും തേങ്ങയും വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. വെറും 2-3 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടി, ചെറിയ ഉള്ളി, 1/2 കപ്പ് തേങ്ങ ചിരകിയത്, 1 ടീസ്പൂൺ നല്ല ജീരകം, ആവശ്യത്തിനുള്ള വെള്ളം. ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് മിക്സിയിലാണ്. നമ്മൾ ജാർ എടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഗോതമ്പ് പൊടി ആദ്യമായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ചിരകിയത്, ചെറിയ ഉള്ളി, ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം, ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലോട്ട് വയ്ക്കാം. ഉപ്പിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത് കേട്ടോ. ദോശമാവിൻ്റെ ഒക്കെ ഒരു പരുവം, ഈ ഒരു തിക്നെസ് ഇതിന് വേണം. ഇനി നമുക്കത് ഇങ്ങനെ ഒന്ന് ചുട്ടെടുക്കാം. അതിനായിട്ട് പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടാവണം കേട്ടോ. ചൂടായിട്ട് നമുക്കിതൊക്കെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എണ്ണ ഒന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പരത്തി കൊടുക്കാം. ഓവറായിട്ട് പരത്തരുത്, ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ ഡ്രൈ ആയി വരുമ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഇത്തിരി വെളിച്ചെണ്ണ തൂവി കൊടുക്കാം. എന്നിട്ടിത് തിരിച്ചും മറിച്ചും ഇട്ട് വേവിക്കാം. തിരിച്ചിട്ട് വെക്കാം. ഇത് വേവുന്നത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. നല്ല മൊരിഞ്ഞ് വരുന്ന സമയത്താണ് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മൊരിഞ്ഞെടുക്കണം. തിരിച്ചിട്ടെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ തിന്നാനായിട്ട്. ആ ജീരകത്തിൻ്റെയും ആ ചെറിയ ഉള്ളിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റ് ഇതിൽ വരുന്നുണ്ട്. നല്ല കറിയോ ബീഫ് കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്കിത് കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മീൻ കറിയും ബീഫ് കറിയും ഒക്കെ ഇതിന് മാച്ചാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.